ഒരു സ്റ്റൈലിഷ് ചെസ് ഗെയിം കണ്ടാലോ? ഈ ഗെയിം കളിച്ചിരിക്കുന്നത് മാക്സിം വച്ചേ ലാഗ്രാഫും ഇയാൻ നെപ്പോമിനാച്ചിയും തമ്മിലാണ്. അപ്പോൾ chess.comലാണ് ഈ ഒരു മാച്ച് നടന്നിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് MVL അല്ലെങ്കിൽ മാക്സിം വച്ചേ ലാഗ്രാഫ്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ഇയാൻ നെപ്പോമിനാച്ചി. അപ്പോൾ MVL തുടങ്ങുന്നത് E4 വെച്ചിട്ടാണ്. ബ്ലാക്ക് E5 കളിക്കുന്നു. നൈറ്റ് F3 കളിക്കുന്നു. നൈറ്റ് F6 ആണ് കളിക്കുന്നത്. ഇത് പെറ്റർ ഓഫ് ഡിഫൻസ് ആണ് നെപ്പോമിനാച്ചി കളിക്കുന്നത്. നൈറ്റ് വെച്ച് പോണിന് എടുക്കുന്നു. ഇവിടെ നൈറ്റ് വെച്ച് പോണിന് എടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് D6 കളിക്കുന്നു. എന്തുകൊണ്ട് നൈറ്റ് വെച്ച് പോണിന് എടുക്കുന്നത് ഡേഞ്ചറസ് ആണ്? കാരണം ഇവിടെ ക്യൂന് E2 വരും. അപ്പോൾ എന്താണ് കാരണം? ഇവിടെ ഇപ്പോൾ ഈ നൈറ്റിനെ ഓടിക്ക് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നൈറ്റ് C6 ചെക്ക്. ചെക്കുമാണ്, ക്യൂനിലേക്ക് അറ്റാക്കാണ്. ക്യൂനിടയിൽ വന്നാൽ ക്യൂൻ പോകും. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. നേരെ ആ പോൺ എടുക്കാത്ത. പകരം D6 കളിക്കണം. നൈറ്റ് പോകുന്നു. ഇനിയാണ് പോണിനെ വെട്ടിയെടുക്കുന്നത്. D4 കളിക്കണം. മെയിൻ മൂവ് ആണ്. D5 കളിച്ച് ഈ നൈറ്റിനെ സോളിഡിഫൈ ചെയ്യുന്നു. ബിഷപ്പ് D3. ബിഷപ്പിനെ D6ലേക്ക് കളിക്കുന്നു ബ്ലാക്ക്. വൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. നെപ്പോമിനാച്ചിയും ക്യാൻസൽ ചെയ്യുന്നു. C4 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു പോണിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഈ പോൺ വെച്ച് ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ നൈറ്റ് പോകും. അപ്പോൾ അതിനാണ് ഇവിടെ C4 കളിക്കണേ. C6 കളിച്ചിട്ട് ആ സെൻറ്റർ സോൾഡിഫൈ ചെയ്യുന്നു. നൈറ്റ് C3 കളിച്ച് ഈ ഒരു നൈറ്റിനെ വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ്. നൈറ്റ് വെച്ച് വെട്ടുന്നു. പോൺ വെച്ച് വെട്ടുന്നു. പോൺ വെച്ച് വെട്ടുന്നു. ബിഷപ്പ് വെച്ച് വെട്ടുന്നു. അപ്പോൾ ഭാവിയിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ B5 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ഓടിച്ചു വിടാവുന്നതാണ്. ബിഷപ്പ് G4 കളിച്ച് ഈ നൈറ്റിനെ പിൻ ചെയ്യുകയാണ്. ബിഷപ്പ് D3യിലേക്ക് പോകുന്നു. കാരണം ഇത് കളിച്ചില്ലെങ്കിൽ B5 വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതിന് മൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ബിഷപ്പിനെ ഇവിടെ D3യിലേക്ക് വന്ന് H7 പോണിലേക്ക് നല്ലൊരു അറ്റാക്കിങ് കൊടുക്കുകയാണ്. നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. റൂക്ക് B1 കളിച്ചിട്ട് ഈ ഒരു പോണിലേക്ക് അറ്റാക്കാണ്. B7 പോണിലേക്ക് അറ്റാക്കാണ്. ബ്ലാക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ B5 കളിക്കുകയാണ്. H3 കളിച്ചിട്ട് ഓടിച്ചു വിടുന്നു. അപ്പോൾ എന്തായാലും ഈ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുകയോ വേറെ എന്തെങ്കിലും ചെയ്യുമോ നോക്കാം. ബിഷപ്പ് ഇവിടെ മാറി നിന്നിട്ട് ഈ ഒരു പിന്ന് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. G4 കളിക്കണ MVL. ബിഷപ്പ് ഇങ്ങോട്ട് മാറുന്നു. അപ്പോൾ ഈ ബിഷപ്പ് ഇവിടെ ബ്ലാക്കിൻ്റെ കിങ്ങിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ബിഷപ്പിനെ ഒഴിവാക്കി MVL വെട്ടി D5 ഇപ്പോൾ സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ത്രെട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ പോണിനെ എടുക്കാനാണ്. അത് മാത്രമല്ല ഇത് വെച്ച് ഇതെടുത്തു കഴിയുമ്പോൾ ക്യൂൻ വെച്ച് വേണമെങ്കിൽ എടുക്കാം. അതെടുത്തിട്ട് വേണമെങ്കിൽ സെൻറ്ററിലേക്ക് വരാം. പക്ഷേ ഗെയിമിൽ MVL റൂക്ക് വെച്ചാണ് എടുക്കുന്നത്. ഇത് നല്ല മൂവ് തന്നെയാണ്. കാരണം ഈ ഒരു പോണിനെതിരെ ക്യൂനും റൂക്കും കൂടെ ഇപ്പോൾ ഡബിൾ അറ്റാക്ക് ചെയ്യുകയാണ്. നൈറ്റ് B6 കളിച്ചിട്ട് ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ MVL ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെസ് കളിക്കുകയാണ്. ബിഷപ്പ് E3 കളിക്കുകയാണ്. ബിഷപ്പ് E3. അപ്പോൾ D5 പോണിൻ്റെ ആകെ രക്ഷകനായിട്ടുള്ള ആ ഒരു നൈറ്റിനെ അങ്ങ് ഓടിച്ചിട്ട് കഴിഞ്ഞാൽ D5 പോൺ നേടാവുന്ന MVL മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ബിഷപ്പിനെ E3യിലേക്ക് കളിക്കുന്നു. ക്യൂൻ ഇവിടെ പതുക്കെ വന്ന് C7ലോട്ട് കളിച്ചിട്ട് ഓക്കെ ഇപ്പം അങ്ങനത്തെ D5യിലേക്ക് പോകണമെങ്കിൽ ഞാൻ C3യിലേക്ക് വന്നോളാം എന്നുള്ള രീതിയിലാണ് ബ്ലാക്ക് കളിക്കുന്നത്. വേണമെങ്കിൽ റൂക്കിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൗണ്ടർ പ്ലേ ഉണ്ടാക്കാനാണ് ഇവിടെ ബ്ലാക്ക് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ ഉള്ള ഡിഫൻസ് ആയിട്ട് ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന് ആ പോണിന് ഒരു ഡിഫൻസ്, മാത്രമല്ല കിങ് സൈഡിലേക്ക് ഒരു അറ്റാക്ക്. റൂക്ക് ഇവിടെ E8ലോട്ട് കൊണ്ടുവരുന്നു. ക്യൂൻ D3യിലേക്ക് കളിക്കുന്നു. അപ്പോൾ പതുക്കെ ക്യൂവിൻ്റെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാണ്. ബിഷപ്പ് F8 കളിച്ച് കിങ് സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഇവിടെ ബ്ലാക്ക്. കിങ് G2 കളിക്കുന്നു. അപ്പോൾ ഇതിന് പല ഐഡിയാസ് ഉണ്ട്. വേണമെങ്കിൽ ഭാവിയിൽ H4 H5 കളിക്കാം. റൂക്കൊക്കെ ഇവിടെ കളിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ റൂക്കിനെ ക്യൂൻ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് B6ലേക്ക് പ്രഷറും കൊടുക്കാം. ഗെയിമിൽ ഈ ഒരു മൂവിന് ശേഷം റൂക്ക് വന്നിട്ട് B6ലുള്ള ആ നൈറ്റിലോട്ട് ഈ രണ്ട് റൂക്കും ബിഷപ്പും എല്ലാം കൂടെ ആ നൈറ്റിനെതിരെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് റൂക്കും കൂടെ ഇവിടെ വന്നിട്ട് റൂക്ക് E6 കളിച്ചിട്ട് ആ നൈറ്റിന് കുറച്ചൊരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകുകയാണ്. ഇവിടെ ജസ്റ്റ് റൂക്ക് A5ലോട്ട് കളിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള പീസുകൾ ഈ രണ്ട് റൂക്കുകളെയും കൂടെ വെൽ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ റൂക്കിനും കൂടെ വന്നിട്ട് D5ലേക്ക് വരാവുന്നതാണ്. ഈ ബിഷപ്പും വളരെ ആക്റ്റീവാണ്. ക്യൂനും എല്ലാ രീതിയിലും വൈറ്റിൻ്റെ പീസുകളെല്ലാം നല്ല ആക്റ്റീവാണ്. റൂക്ക് ഇവിടെ D7ലോട്ട് കളിക്കുന്നു. ഇപ്പോൾ രണ്ടുപേരും കൂടി A7 പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. പറഞ്ഞ പോലെ തന്നെ റൂക്ക് ലിഫ്റ്റ് നടന്നു. രണ്ട് റൂക്കും കൂടെ ഇവിടെ D5ലോട്ടാണ് പ്രഷർ. ഈ ഒരു നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ D5 വീക്ക് ആവും. അതുകൊണ്ട് ക്യൂൻ ഇവിടേക്ക് വരുന്നു. ക്യൂനും റൂക്കും കൂടെ കയറി ഇപ്പോൾ D5നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ എന്താണ് വൈറ്റ് കളിക്കുന്നത്? റൂക്ക് A6. അപ്പോൾ പതുക്കെ പ്രഷർ ബിൽഡപ്പ് ചെയ്യാണ് ഇവിടെ വൈറ്റ്. അപ്പോൾ ഈ B6ലുള്ള നൈറ്റിന് ത്രെട്ടുകൾ കൂടി വരികയാണ്. ഇവിടെ ക്യൂനെ C8 കളിച്ചിട്ട് ആ റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു?
ആ റൂക്ക് എടുത്ത് മാറ്റുമോ? റൂക്ക് എടുത്ത് മാറ്റില്ല. പകരം ഈ 2 റൂക്കുകളും കൂടെ കണക്ട് ചെയ്തിട്ട് A7 പോണിലേക്ക് അറ്റാക്കാണ്. ഇവിടെ ബ്ലാക്ക് ഒരു മൂവ് കളിക്കുവാണ്. നൈറ്റ് B6 നൈറ്റ് വെച്ചിട്ട് C4 കളിക്കണം. അപ്പോൾ 2 രീതിയിലാണ്. ഒന്ന്, ഈ ബ്ലാക്കിൻ്റെ റൂക്ക് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. പിന്നെ ഈ നൈറ്റും ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ വൈറ്റ് എന്ത് ചെയ്യുന്നു? റൂക്ക് വെച്ച് എടുക്കണം. കാരണം ഈ റൂക്കും ക്യൂനും കൂടെ ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. റൂക്ക് വെച്ചെടുത്തു. ബ്ലാക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ പോൺ വെച്ച് വെട്ടോ അതോ ഈ നൈറ്റ് വെച്ച് റൂക്കിനെ വെട്ടുമോ? ഗെയിമിൽ നൈറ്റ് വെച്ചാണ് റൂക്കിനെ വെട്ടുന്നത്. ഇവിടെ ഈ റൂക്ക് മാറ്റി കളിക്കുമായിരിക്കോ അതോ വൈറ്റ് വേറെ എന്തെങ്കിലും കളിക്കുമോ? നിങ്ങളാണ് ഇവിടെ വൈറ്റ് കളിക്കുന്നതെങ്കിൽ എന്ത് മൂവ് കളിക്കും? ഈ റൂക്കിനെ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് റൂക്കിനെ ഒരു പക്ഷേ നിങ്ങൾ പുറകോട്ട് കൊണ്ടുപോകുമോ, അതും അല്ലെങ്കിൽ റൂക്കിനെ ജസ്റ്റ് പുറകോട്ട് ഇറക്കിയിട്ട് ഇതുപോലത്തെ കിങ് സൈഡ് അറ്റാക്കിന് പോവുമോ? ഗെയിമിൽ ഇതൊന്നും അല്ല കളിക്കുന്നത്. നൈറ്റ് G5 ഭയങ്കര കിടിലനായിട്ടൊരു മൂവാണ്. എന്താണ് ഐഡിയ എന്ന് നോക്കാം. ഗെയിമിൽ റൂക്ക് D6 കളിക്കുവാണ് ഇവിടെ ബ്ലാക്ക്. എന്തുകൊണ്ട് ഈ റൂക്കിനെ വെട്ടിയെടുത്തുകൂടാ? ഫ്രീ റൂക്കല്ലേ അവിടെ. അങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ക്യൂൺ ടേക്സ് G6 കിടക്കും. അപ്പോൾ ഇവിടെ നൈറ്റ് ഈ ഒരു സ്ക്വയർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ചെക്ക് മേറ്റ് ആണ് ഇവിടെ വൈറ്റ് ത്രെട്ടൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബിഷപ്പ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ക്യൂൺ ടേക്സ് E6 ചെക്ക് വരും. ഇവിടെ കിങ് ഇങ്ങോട്ട് പോകണം. ഇവിടേക്ക് പോയാൽ എന്താണ് കുഴപ്പം? നൈറ്റ് H7 ചെക്ക് മേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് കിങ് ഇവിടേക്ക് തന്നെ പോകണം. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ക്വീൻ H6 ചെക്ക് വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ബിഷപ്പ് വെച്ച് പിണ്ടാണ്. അതുകൊണ്ട് കിങ് മാറുന്നു. വീണ്ടും ഒരു ചെക്ക് നൽകുന്നു. ഇവിടെ വരുന്നു. വീണ്ടും ഇതേ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ക്യൂൻ H7 ചെക്ക് നൽകുന്നു. അപ്പോൾ കിങ്ങിന് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇങ്ങോട്ട് തന്നെ പോകണം. ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ക്യൂൻ H8 ചെക്കിൽ ഇവിടെ ബ്ലാക്കിന് ആ ക്യൂൻ നഷ്ടപ്പെടുകയും വൈറ്റ് ഈസിലി ജയിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നേരിട്ട് ഈ റൂക്കിനെ എടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആവുന്നത്. പകരം റൂക്ക് D6 ആണ് കളിക്കുന്നത് ബ്ലാക്ക്. ഇവിടെയും റൂക്കിനെ സേവ് ചെയ്യാതെ അടുത്ത കിടല മൂവ് കളിക്കുവാണ് NBA ക്യൂൻ G3 കളിക്കുവാണ്. ഭയങ്കര ഡീപ്പായിട്ടുള്ള മൂവാണ്. ഇതിൻ്റെ ഒരു രീതിയിലുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ റൂക്കിനെ എടുത്തോട്ടെ, എനിക്ക് ഇങ്ങനെ വന്ന് ചെക്ക് മേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ വളരെയധികം കാൽക്കുലേഷൻസ് ആവശ്യമുള്ള വേരിയേഷൻസ് ആണ് ഇതൊക്കെ. ഇവിടെ എന്താണ് ബ്ലാക്ക് ചെയ്യുന്നത്? ഇവിടെ ബ്ലാക്ക് ജസ്റ്റ് ക്യൂവിനെ മാറ്റുകയാണ് ചെയ്യണത്. എന്തുകൊണ്ട് ഇവിടെയും റൂക്കിനെ എടുത്തുകൂടാം? ഇവിടെ റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബൂത് വരും. മാത്രമല്ല ഇങ്ങനെ ഒരു ചെക്ക് മേറ്റിംഗ് ത്രെട്ടിലോട്ട് പോകും. ഇനി മാറിക്കഴിഞ്ഞാലും ജസ്റ്റ് ഇങ്ങനെ മാറും. ഇവിടെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെക്ക് മേറ്റ് ആണ്. ക്യൂവിന് ഈ സ്ക്വയർ എല്ലാം കൺട്രോൾ ചെയ്യണം. കിങ്ങിന് താഴേക്ക് ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ ഈ ഐഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് വെട്ടാൻ പറ്റില്ല, ഈ പോൺ വെച്ച് വെട്ടാനും പറ്റില്ല. റൂക്ക് വെച്ച് വെട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലും സെയിം ഐഡിയ തന്നെയാണ്. ക്യൂവിന് H4 വരും. ഇനി വേറൊന്നും തന്നെ ചെയ്യാനില്ല. എന്ത് കളിച്ചാലും ഇവിടെ പ്രശ്നമാണ്. എന്താണ് ഇവിടെ ഇനി ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് മാറി കളി കഴിഞ്ഞു. അപ്പോൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. അവിടെ പോൺ വെച്ച് വെട്ടാൻ പറ്റില്ല, റൂക്കും വെച്ച് വെട്ടാൻ പറ്റില്ല. ഈ ഒരു മൂവിന് ശേഷം ക്യൂന് ഇവിടേക്ക് കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെയാണ് ബ്ലാക്ക് അറ്റാക്ക് ചെയ്യണത്. അപ്പോൾ എങ്ങനെയെങ്കിലും കളി തിരിച്ചു പിടിക്കാം. ഈ ഒരു നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് കുറച്ച് കൗണ്ടർ പ്ലേ ഉണ്ടാക്കാനാണ് നെപ്പോംനിയാച്ചി ശ്രമിക്കുന്നത്. പക്ഷേ MVL ഈ ഗെയിമിന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? ഓൾറെഡി ഇവിടെ തൻ്റെ റൂക്ക് ഹാങ്ങിങ് ആണ്. ഇവിടെ ഈ നൈറ്റിലേക്കും അറ്റാക്കാണ്. അപ്പോൾ എന്താണ് ചെയ്യണത്? റൂക്ക് E8 ഏറ്റവും മനോഹരമായ നീക്കം. എൻജിൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് മൂവാണ് ഇവിടെ MVL കളിക്കുന്നത്. ഈ മൂവ് കളിക്കുന്നതോടെ ഒന്ന് ക്യൂനിലേക്കാണ് അറ്റാക്ക്. വേണമെങ്കിൽ വന്നിട്ട് എൻ്റെ നൈറ്റിനെ എടുത്തോളൂ എന്നുള്ള രീതിയിൽ. ഇവിടെ റൂക്കിനെ എടുക്കുവാണ്. എന്തുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുത്തില്ല? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ക്യൂൻ വെച്ചിട്ട് റൂക്കിനെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് അറ്റാക്കാണ്. ഈ ബിഷപ്പിനോട് അനങ്ങാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് പിണ്ടാണ്. അപ്പോൾ ഒന്നും തന്നെ ഇവിടുത്തെ പൊസിഷനിൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്തായാലും ഇവിടെ വൈറ്റ് വിന്നിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ നൈറ്റിനെ എടുക്കാതിരുന്നത്. ഈ ഒരു മൂവിന് ശേഷം ക്യൂൻ വെച്ചിട്ടാണ് റൂക്കിനെ എടുക്കുന്നത്. ഇനി ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡയഗണലിൽ നിന്ന് മാറുകയാണ്. ക്യൂ മാറിയപ്പോൾ ക്യൂൻ H4 വരുന്നു. വീണ്ടും നേരത്തെ കണ്ട പോലെ ഇങ്ങനൊരു ചെക്ക് മേറ്റിംഗ് ത്രെട്ടാണ്. അപ്പോൾ ഈ പൊസിഷനിൽ ബ്ലാക്ക് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. എന്ത് കളിച്ചാലും ചെക്ക് മേറ്റിലോട്ട് പോകും. അപ്പോൾ ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു മൂവ് കളിക്കുകയാണ്. ക്യൂൻ E4 ചെക്ക്. ഓക്കെ, എനിക്ക് എന്തായാലും ഇവിടെ ഒരു കുറച്ച് മെറ്റീരിയൽ അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഒരു 5 പോയിന്റ് ഇപ്പോൾ ഇവിടെ ബ്ലാക്കിന് കൂടുതലുണ്ട്. അപ്പോൾ ഇനി ക്യൂവിനെ എടുത്തിട്ടാണെങ്കിലും എനിക്ക് കുറച്ചും കൂടെ
ഈ ഒരു നൈറ്റ് വെച്ച് ക്യൂവിനെയൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു പോയിന്റ് മാത്രമാണ് വൈറ്റിന് എക്സ്ട്രാ വരുള്ളൂ, ഇത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ക്യൂവും കൊടുത്ത് ചെക്ക് കൊടുത്തപ്പോൾ ഓക്കെ, ബ്ലാക്ക് പ്രതീക്ഷണ ഇനി ക്യൂവിനെ എടുത്തിട്ട് കളിയിലോട്ട് പോകുന്ന, പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. MVAയിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് കിങ് G3 കളിക്കുന്നു. അപ്പോൾ ഈ പൊസിഷനിലാണ് ഇവിടെ നെപ്പോമിനാച്ചി റിസൈൻ ചെയ്യണം. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഈ ത്രെട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു വഴിയില്ല. ക്വീൻ H7 ചെക്ക് ഉണ്ട്, എന്ത് കളിച്ചാലും ഇവിടെ ലൂസിങ് ആണ്. ഇനിയിപ്പോൾ ക്യൂവിനെ സാക്രിഫൈസ് ചെയ്ത് നോക്കിയാൽ പോലും ഒരു പക്ഷേ ക്യൂൻ F4 ചെക്ക് കളിച്ചാൽ ഇവിടെ ഒരു കാര്യമില്ല, ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി. ഇനിയുള്ള പീസുകളെല്ലാം കൊടുക്കേണ്ടി വരും, അതൊക്കെ ജസ്റ്റ് വെട്ടുമെന്നുള്ളൂ, നേരെ ചെക്ക് മേറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കിടലൻ ഗെയിം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഗെയിം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.